നമസ്കാരം. ഈവനിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആർട്ടിക് മേഖലയിൽ നിന്നുള്ള തണുത്ത വായുപ്രവാഹം ഇങ്ങെത്തിയതോടെ ബ്രിട്ടീഷുകാർ ഉറക്കമുണർന്നത് മഞ്ഞു പൊതിഞ്ഞ ഭൂമികയിലേക്ക്. രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഇടവേളയില്ലാതെ തുടർച്ചയായി മഞ്ഞു വീഴുകയായിരുന്നു. തെക്കൻ ഇംഗ്ലണ്ടിന്റെ മിക്ക ഭാഗങ്ങളിലും അതുപോലെ മിഡ്ലാൻഡ്സ്, കിഴക്കൻ വെയിൽസ് എന്നിവിടങ്ങളിലും മെറ്റ് ഓഫീസ് ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ പ്രഖ്യാപിച്ച മഞ്ഞ മുന്നറിയിപ്പ് ഇന്ന് രാവിലെ 10 മണി വരെ നിലനിന്നു. നോർത്താംപ്ടണിൽ ശ്വാസം മുട്ടിച്ചു കൊന്ന കാറിന്റെ ബൂട്ടിൽ മൃതദേഹം തള്ളിയ കേസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഹർഷിത ബ്രെല്ല എന്ന ഇന്ത്യൻ വംശജയാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. 24-കാരിയുടെ കൊലപാതകി എന്ന് സംശയിക്കുന്ന ഭർത്താവ് പങ്കജ് ലാംബ എന്ന 23-കാരന്റെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. UK-യിൽ NHS ഹോസ്പിറ്റലുകളിൽ ആവശ്യത്തിന് കിടക്കകളും മറ്റ് സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ NHS സർജൻമാർ പകൽ മുഴുവൻ വെറുതെ ഇരിക്കുന്നതായി റിപ്പോർട്ട്. NHSന്റെ കാര്യക്ഷമത തകർന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലണ്ടനിൽ കാറിനകത്ത് പോലും ചാരക്കണ്ണുകൾ എത്തിക്കാൻ പ്രാപ്തിയുള്ള AI സ്പീഡ് ക്യാമറയിൽ കുടുങ്ങുന്നത് ആയിരങ്ങളെന്ന് റിപ്പോർട്ട്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിനും കാറുകളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനുമൊക്കെയാണ് മിക്കവരും പിടിയിലാകുന്നത്. ബ്രിട്ടനിൽ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ മോറിസൺസിന്റെ റാത്മോൺസ് ബേക്കറികൾ അടച്ചുപൂട്ടുന്നതോടെ തൊഴിൽ നഷ്ടമാകുന്നത് ഏകദേശം 400ഓളം ജീവനക്കാർക്ക്. 2021-ലെ ഏറ്റെടുക്കലിനു ശേഷം മോറിസൺസ് തൊഴിലാളികളെ ചവറ്റുകൂനയിലേക്ക് വലിച്ചെറിയുന്നുവെന്നാണ് യൂണിയനുകൾ ആരോപിക്കുന്നത്. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്ന ഹൈക്കോടതി. പറവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. മന്ത്രി സജി ചെറിയാനെതിരായ കോടതി നടപടിയിൽ നിയമവശങ്ങൾ പരിശോധിച്ച ഉചിതമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്ന MV ഗോവിന്ദൻ. പ്രതിപക്ഷം രാജി ചോദിക്കാത്ത ആരാണ് മന്ത്രിസഭയിൽ ഉള്ളതെന്ന് ചോദിച്ച CPM സംസ്ഥാന സെക്രട്ടറി നേരത്തെ രാജിവെച്ച സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്നും പറഞ്ഞു. സൗരോർജ്ജ കരാറുകൾ നേടാൻ ഇന്ത്യയിൽ 2000 കോടിയിലധികം രൂപ കൈക്കൂലി നൽകിയെന്നാരോപിച്ച് ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രം പുറത്തുവന്നതിന് പിന്നാലെ കടുപ്പിച്ച പ്രതിപക്ഷ പാർട്ടികൾ. അദാനിക്കെതിരെ ഉടൻ CBI കേസെടുക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി 17,000 വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ആഭ്യന്തര മന്ത്രാലയം ബ്ലോക്ക് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ കണ്ടെത്തി ബ്ലോക്ക് ചെയ്തത്. രാജ്യത്ത് ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച കേരളം. കായിക വകുപ്പുമായി ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കമിടുന്ന കോളേജ് ലീഗിന്റെ ഭാഗമായി എല്ലാ കോളേജുകളിലും സ്പോർട്സ് ക്ലബ് തുടങ്ങും. ഈവനിംഗ് ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.